നമസ്കാരം. ബി ജെ പിക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. ദക്ഷിണേന്ത്യയിൽ എങ്ങനെയാണ് ഇനി ബി ജെ പി കാലുറപ്പിക്കുവാൻ പോകുന്നത് എന്നുള്ളത് ഇപ്പോൾ കുറച്ചുകൂടി വ്യക്തമാവുകയാണ്. സുരേഷ് ഗോപിയെ തൃശ്ശൂരിൻ്റെ MP ആയി തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞത് തന്നെ കേരളത്തിൽ കാലൂന്നുന്നതിൻ്റെ ഭാഗമാണ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി MP മന്ത്രി കൂടിയായതോടെ തൃശ്ശൂരിന് മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതൊക്കെ പാർട്ടിക്കും ജനങ്ങൾക്കും വേണ്ടി ചെയ്യാൻ തയ്യാറെടുക്കുന്നു എന്നുള്ളൊരു തോന്നൽ ഉളവാക്കുവാനെങ്കിലും സുരേഷ് ഗോപിക്ക് ആകുന്നുണ്ട്. ചില ലക്ഷ്യങ്ങൾ മോദിക്കും അമിത്ഷായ്ക്കുമൊക്കെ സുരേഷ് ഗോപിയെ കൊണ്ട് ചെയ്തു കൂട്ടാനുമുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ ദുർഭരണത്തിന് ചങ്ങലപ്പൂട്ടിടേണ്ടി വരും. കാരണം പുതിയൊരു ഭരണ സംവിധാനത്തിലേക്ക് BJP കടക്കുന്നു. മുഖ്യമന്ത്രിക്കിട്ട് പൊട്ടിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി എത്തുന്നു. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പായിരിക്കണം ഇനിയുള്ള 2 വർഷം നടത്തേണ്ടത് എന്ന് തന്നെയാണ് സുരേഷ് ഗോപി പറയുന്നത്. ജനങ്ങൾ നമ്മളെ ഭരണമേൽപ്പിക്കുന്നതിലേക്ക് എത്തിക്കുന്ന രീതിയിൽ സ്ഥാനാർത്ഥികളെ പരുവപ്പെടുത്തേണ്ടതുണ്ട് എന്നും CPMന്റെ അന്തകനായി സുരേഷ് ഗോപി മാറുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ ദുർഭരണത്തിന് ചങ്ങലപ്പൂട്ടിടേണ്ടതുണ്ട്. ഒന്നും അവസാനിച്ചിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നും പിണറായി വിജയന്റെ കരണം പുകച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയിച്ചങ്ങ് കേന്ദ്രമന്ത്രി ആയതോടുകൂടി താൻ നിർത്തിയിട്ടില്ല, കേരളത്തിൽ പലതിനും തീർപ്പ് കൽപ്പിക്കാനുണ്ട് എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞു വെക്കുന്നത് പോലും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പായിരിക്കണം ഇനിയുള്ള 2 വർഷം നടത്തേണ്ടത് എന്നും ജനങ്ങൾ നമ്മളെ ഭരണമേൽപ്പിക്കുന്നതിലേക്ക് എത്തിക്കുന്ന രീതിയിൽ സ്ഥാനാർത്ഥികളെ പരുവപ്പെടുത്തേണ്ടതുണ്ട് എന്നും കേരളത്തിൽ BJPയുടെ മുഖം സുരേഷ് ഗോപി തന്നെ ആയിരിക്കുമെന്നും ഉറപ്പായി കഴിഞ്ഞു. പലർക്കും അതിനകത്ത് കണ്ണുകടി ഉണ്ടെങ്കിലും സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആയതോടെ ഉറക്കമില്ലാത്തത് പിണറായിക്കും CPMനുമാണ് എന്ന് പറയാം. കാരണം കരുവന്നൂരിൽ കേന്ദ്രം എന്തോ കണക്ക് കൂട്ടുന്നുണ്ട് എന്നുള്ളതാണ്. സുരേഷ് ഗോപിയെ മുന്നിൽ നിർത്തിയാണ് കരുവന്നൂരിൽ കേന്ദ്രം കളിക്കിറങ്ങാൻ പോകുന്നത്. അത് സുരേഷ് ഗോപിയുടെ മൈലേജ് കൂട്ടുവാൻ വേണ്ടി കൂടിയാണ്. കരുവന്നൂരിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്നുള്ളത് CPMനെ പൊള്ളിക്കുന്ന ഒരു രഹസ്യമായിരിക്കും, സത്യമായിരിക്കും. വാടാനപ്പള്ളി ഏങ്ങണ്ടിയൂരിൽ BJP സംഘടിപ്പിച്ച സ്വീകരണ പരിപാടിയിൽ സംസാരിച്ച സുരേഷ് ഗോപിയും ചില കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞ നാവ് വായിലേക്കിട്ടില്ല, അതും വളച്ചൊടിച്ചുകൊണ്ട് CPM സൈബർ കമ്മികൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ജയിപ്പിച്ചു വിട്ട തൃശ്ശൂരുകാർ അനുഭവിച്ചോ ചെമ്പ് ഗോപി പണി തുടങ്ങിയെന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ ചിലത് മാത്രം പ്രചരിപ്പിച്ചുകൊണ്ടാണ് പുതിയ ക്യാപ്സൂൾ ഇറക്കുന്നത് എന്നുള്ളതാണ്. അതായത് അദ്ദേഹം പറഞ്ഞതിൽ ഉദ്ഘാടനത്തിന് വിളിക്കുന്നവർ MPയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാമെന്ന് കരുതേണ്ട എന്നും സിനിമാ നടനാണ് ഉദ്ഘാടനം ചെയ്യാൻ എത്തുക എന്നും അതിനുള്ള പണം വാങ്ങിയേ പോകുമെന്നുള്ള പ്രസ്താവന മാത്രം ചുരണ്ടിയെടുത്തുകൊണ്ട് ബാക്കി മുക്കിക്കൊണ്ടാണ് CPM സൈബർ ആക്രമണം നടത്തുന്നത് എന്നുള്ളതാണ്. ജയിക്കാൻ വേണ്ടി ആരുടെ കാലം പിടിച്ച് നടന്ന ചെമ്പ് ഗോപി ജയിച്ചു കഴിഞ്ഞപ്പോൾ തനിക്ക് ശരിയെന്ന് തോന്നുന്നു പറയാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പറഞ്ഞു വരികയും. അന്തംഗമ്മികൾ എന്തും ചെയ്യും. ഉദ്ഘാടനത്തിന് വിളിക്കുന്നവർ MPയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കണമെന്ന് കരുതേണ്ട എന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. സിനിമാ നടനായിട്ട് എന്നെ കണ്ടാൽ മതി, അങ്ങനെ ഞാൻ വരൂ എന്ന് സുരേഷ് ഗോപി പറയുന്നു. അതിനുള്ള പണവും വാങ്ങിയേ പോകൂ എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ആ ലഭിക്കുന്ന പണം സമൂഹ നന്മയ്ക്കായി ഉപയോഗിക്കുമെന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കുമ്പോഴായിരുന്നു തൃശ്ശൂരിൻ്റെ MP താൻ ഇനിയും സിനിമ ചെയ്യുമെന്നും അതിൽ നിന്ന് കിട്ടുന്ന ശമ്പളത്തിൽ 5 മുതൽ 8% വരെ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന തരത്തിൽ അത് ചെലവഴിക്കുമെന്നും പറയുന്നത്. വ്യക്തികൾക്കായിരിക്കില്ല ഇനി താൻ ഈ പണം നൽകുക എന്നും കണക്കുകൾ നൽകേണ്ടത് കൊണ്ട് 5 മുതൽ 8% വരെ തുക ശമ്പളത്തിൽ നിന്ന് നൽകാനേ കഴിയൂ എന്നുകൂടി സുരേഷ് ഗോപി പറഞ്ഞു വെക്കുന്നുണ്ട്. സംഘടനകൾക്ക്, സാമൂഹ്യ പ്രവർത്തനം, ഏതെങ്കിലും ഉദ്ഘാടനത്തിന് MPയെ കൊണ്ടുപോയി ഉദ്ഘാടനം ചെയ്യിപ്പിക്കാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നടക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞോളൂ. പക്ഷെ അത് വേണമായിരുന്നു എന്ന് ചിന്തിക്കേണ്ടിയിരുന്നത് സിനിമാ നടൻ കൂടിയായിട്ടുള്ള സുരേഷ് ഗോപിയാണ്. പണം വാങ്ങേണ്ടതുണ്ട്. സഹപ്രവർത്തകർ വാങ്ങുന്ന തരത്തിലുള്ള യോഗ്യമായിട്ടുള്ള ശമ്പളം വാങ്ങിയ ഉദ്ഘാടനത്തിന് പോകൂ, ആ കാശിൽ നിന്ന് നയാ പൈസ എടുക്കില്ല എന്നും അത് തൻ്റെ ട്രസ്റ്റിലേക്ക് പോകുമെന്നും സുരേഷ് ഗോപി പറയുന്നു. ആ രീതിയിലൊക്കെയാണ് തനിക്കെതിരെ ഇനി ആക്രമണം വരാൻ പോകുന്നത് എന്നും അതിപ്പോഴേ അടച്ച് ഇരിക്കുകയാണ് എന്നും തൃശ്ശൂരിലെ ജനങ്ങളാണ് ഇതിനെല്ലാം ഉത്തരവാദിത്വം ഏൽപ്പിച്ചത് എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ കൃത്യമായി എന്തും നടത്തുവാനുള്ള ഒരു ചങ്കുറ്റത്തോടു കൂടി തന്നെയാണ് ഇത് ചെയ്യുന്നത് എന്ന് കൂടി സുരേഷ് ഗോപി പറയുന്നുണ്ട്. അറ്റവും മൂലയും ചുരണ്ടി എടുത്തുകൊണ്ട് മാത്രം കേന്ദ്രമന്ത്രിയെ ആക്രമിക്കുവാൻ വേണ്ടി ഇറങ്ങിയ സൈബർ സംഘം തേഞ്ഞൊട്ടുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഏതായാലും CPMനുള്ള പണി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. അതാണ് സുരേഷ് ഗോപി വച്ചിളക്കിയത്. ഈ ദുർഭരണത്തിന് ചങ്ങലപ്പൂട്ടിടണമെന്ന് കരുവന്നൂരിൽ എന്തോ ട്വിസ്റ്റ് നടക്കാൻ പോകുന്നുണ്ട് എന്നുള്ള കാര്യം വ്യക്തവുമാണ്. കാരണം ED കരുവന്നൂരിൽ പിടിമുറുക്കുമ്പോൾ കേന്ദ്രമന്ത്രിയായുള്ള സുരേഷ് ഗോപി കളത്തിലിറങ്ങുന്നത് എന്തിനാണ്? കളികണ്ടി ഗാലറിയിൽ ഇരുന്ന് കരയാനാണ് CPMന്റെ വിധി എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം തട്ടിപ്പിനിരയായവർക്കിടയിലേക്കാണ് സുരേഷ് ഗോപി ഇറങ്ങുന്നത്. തന്നെ കൈവിടാത്ത തൃശ്ശൂരുകാർക്ക് വേണ്ടി ഏതറ്റം വരെയും പോകുമെന്ന് തന്നെയാണ് സുരേഷ് ഗോപി പ്രഖ്യാപിക്കുന്നത്. CPMനെ വിറപ്പിക്കുന്നതും അത് തന്നെയാണ്. കാരണം കേന്ദ്ര സർക്കാരുമായി ചേർന്ന് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ കടുത്ത എന്തോ നീക്കത്തിനുള്ള തയ്യാറെടുപ്പിലാണ് സുരേഷ് ഗോപി എന്നുള്ളതാണ്.
കൂടുതൽ CPM നേതാക്കളെ പ്രതി ചേർക്കുമെന്നത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ അതുക്കും മേലെ ഒരു പണി വരുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ED ലിസ്റ്റിൽ ചില മന്ത്രിമാരുടെ പേരുകളുണ്ട്. അനധികൃത വായ്പ അനുവദിക്കുവാൻ വേണ്ടി P. രാജീവ് സമ്മർദ്ദം ചെലുത്തിയെന്ന് CPM നേതാവിൻ്റെ തന്നെ മൊഴിയുണ്ട്. മന്ത്രി രാജീവിനിട്ടാണോ അണിയറയിൽ നീക്കം നടക്കുന്നത് എന്നും ഒരു വിക്കറ്റ് തെറിക്കാനായി എന്ന് അതിൻ്റെ സൂചനകളാണ് വരുന്നത്. അങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ടായാൽ സുരേഷ് ഗോപിയുടെ മൈലേജ് വർദ്ധിപ്പിക്കും. ജനങ്ങൾ കൂടുതൽ കേന്ദ്രമന്ത്രിയോട് അടുത്ത് പെടുന്നത്, കേന്ദ്രമന്ത്രിയുടെ പ്രവർത്തനങ്ങളോട് കൂടുതൽ വിശ്വാസ്യത വരും. ജനങ്ങൾക്ക് കൂടുതൽ അടുക്കാൻ കഴിയും. CPM-മായി ഒരുപാട് അകന്നു നിൽക്കുകയാണ് ഇപ്പോൾ ജനങ്ങൾ. ആ വിടവിലൂടെ സുരേഷ് ഗോപിക്ക് കയറി ചെല്ലാൻ കഴിയുമെന്നാണ് വിശ്വാസം. കരുവന്നൂർ കേസിലാണ് ED തകർക്കാൻ പോകുന്നത്. കാരണം സുരേഷ് ഗോപി ആരാണ് എന്ന് കേരളം അറിയാൻ പോകുന്നു. ഇത് മനസ്സിലാക്കിയാണ് കരുവന്നൂർ സാക്ഷാൽ യെച്ചൂരി തന്നെ നേരിട്ട് രംഗത്തിറങ്ങുന്നത്. സുരേഷ് ഗോപി അടങ്ങിയിരിക്കുവാൻ തയ്യാറല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. CPM-നിട്ട് പണിയാൻ കിട്ടുന്ന ഏതവസരവും കേന്ദ്രമന്ത്രി പാഴാക്കുകയുമില്ല. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ CPM-ന് കനത്ത തിരിച്ചടി ഉണ്ടാക്കുകയായിരുന്നു. സുനിൽകുമാറിന് വേണ്ടി പ്രചാരണത്തിന് പോകാതെ നേതാക്കളൊക്കെ പകുതിയിലേറെ പേരും മാറി നിന്നത് ഈ കരുവന്നൂരിനെ പേടിച്ചിട്ടായിരുന്നു. ജനങ്ങൾ കൈകാര്യം ചെയ്യുമെന്നുള്ളൊരു ഭയമുണ്ടായിരുന്നു ആ സമയത്ത്. കരുവന്നൂർ പറഞ്ഞുകൊണ്ട് പക്ഷേ സുരേഷ് ഗോപി ആ സമയം കത്തിക്കയറുകയായിരുന്നു. നിക്ഷേപകരെ കേൾക്കാൻ തയ്യാറാവുകയായിരുന്നു സുരേഷ് ഗോപി. അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുമെന്ന് ഉറപ്പ് കൊടുക്കുകയായിരുന്നു സുരേഷ് ഗോപി. ആ വാക്ക് പാലിക്കുവാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ വെറും വാക്ക് പറയുന്ന ആളല്ല സുരേഷ് ഗോപി എന്ന് തൃശ്ശൂരുകാർക്ക് മനസ്സിലായതുകൊണ്ടാണ് വോട്ട് ചെയ്തത്. മുൻപ് തോറ്റപ്പോഴും അദ്ദേഹം തൃശ്ശൂരുകാർക്ക് വേണ്ടി പലതും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ ജയിച്ചു, കേന്ദ്ര സഹമന്ത്രിയാണ്. ആ അധികാരം കേരളത്തിന് വേണ്ടി അദ്ദേഹം ഉപയോഗിക്കുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ തൃശ്ശൂരുകാർക്ക് സംശയമില്ല. കഴിഞ്ഞ 6-7 വർഷമായിട്ട് കരുവന്നൂർ അഴിമതി പാർട്ടി മൂടിപ്പൊതിഞ്ഞ് നേതാക്കളെ സംരക്ഷിച്ചു വരുന്നൊരു സംവിധാനമായിരുന്നു. ED വന്നതോടെ സംരക്ഷണം അസാധ്യമായി. എവിടെ നിന്നെങ്കിലും കുറെ പണം സ്വീകരിക്കുക, അത് കരുവന്നൂരിൽ എത്തിച്ച് കുറെ പേർക്കെങ്കിലും നൽകിയിട്ട് അതിനെ തലയിടുവാനുള്ള ശ്രമത്തിന് പിന്നിലാണ് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ നിത്യേന 3 നേരം നൽകുന്ന പ്രസ്താവനകളൊക്കെ ഇങ്ങനെ തൊണ്ടതൊടാതെ വിഴുങ്ങാൻ ഇവർക്കാർക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ED-യെ ഉപയോഗിച്ച് വേട്ടയാടുക എന്നുള്ളൊരു ആരോപണം പാർട്ടിക്കാർ പോലും ഇപ്പോൾ വിശ്വസിച്ചിട്ടില്ല. നേതാക്കളുടെ പ്രതികരണങ്ങൾക്ക് 1 മിനിറ്റ് പോലും ആയുസില്ലാത്തൊരവസ്ഥയിലേക്ക് സാഹചര്യങ്ങളായി മാറി. ED വന്നതോടുകൂടി ബാങ്കിൽ പ്രശ്നമുണ്ട് എന്ന് പാർട്ടി സമ്മതിക്കുകയും ചെയ്തിരിക്കുന്നു. സംസ്ഥാനത്തെ പ്രാദേശിക സഹകരണ ബാങ്കുകളിൽ പോലും പല സഖാക്കൾക്കും കോടികളുടെ നിക്ഷേപമാണുള്ളത്. സഹകരണ ബാങ്കുകളിൽ സഖാക്കൾക്ക് മാത്രമാണ് പലപ്പോഴും നമുക്കറിയാം ജോലി ലഭിക്കുന്ന സഹകരണ ബാങ്കിൽ സഖാക്കൾക്ക് മതി. അതിനാൽ സഖാക്കളുടെ നിക്ഷേപം എല്ലാ കാലത്തും അവിടെ രഹസ്യമായിട്ട് സൂക്ഷിച്ചിരിക്കും. പക്ഷേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടെയുള്ള ഏജൻസികൾ വലവിരിച്ചതോടുകൂടി നിക്ഷേപം പിൻവലിച്ച് രക്ഷപ്പെടാൻ സഖാക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിനിടെയാണ് നിക്ഷേപ തട്ടിപ്പ് പുറത്തറിയാതിരിക്കുവാൻ പല സഹകരണ ബാങ്കുകളും പടക്കം പൊട്ടുന്നത് പോലെ പൊട്ടിത്തുടങ്ങിയിരിക്കുന്നത്. കരുവന്നൂർ സംഭവത്തിലൂടെ ഒരു പുതിയ വിവരം EDക്ക് ലഭിച്ചിരിക്കുന്നത്. അതായത് CPM അവിഹിതമായി ഉണ്ടാക്കിയ പണം വിവിധ പൊതുമേഖലാ ബാങ്കുകളിലാണ് ഇപ്പോൾ നിക്ഷേപിച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ അടപടലം പൂട്ടുകയാണ് CPM-നെ. അതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി തന്നെയാണ് സുരേഷ് ഗോപി തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത്. കേന്ദ്ര സഹമന്ത്രി കൂടിയായിട്ടുള്ള സുരേഷ് ഗോപി തൃശ്ശൂരിൽ അത്തരത്തിലൊരു സമീപനം, ഒരു നീക്കം നടത്തുന്നുണ്ട് എങ്കിൽ അതിന് പിന്നിൽ കേരളത്തിനെ പിടിച്ചു കുലുക്കുക എന്നൊരു ലക്ഷ്യമാണ്. ഇടതുപക്ഷത്തിൻ്റെ ദുർഭരണത്തിന് ചങ്ങലപ്പൂട്ടിട്ടുകൊണ്ട് പുതിയൊരു സംവിധാനം ഇവിടെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2026 കേരളത്തിൽ താമര വിരിയിക്കണമെന്നും പുതിയ ഒരു സംവിധാനത്തിന് കീഴിലേക്ക് ഭരണം കൊണ്ടുവരണമെന്നും ജനങ്ങൾ ആ ഭരണം BJP-യെ ഏൽപ്പിക്കുന്ന തരത്തിലേക്ക് നേതാക്കളെ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെ വാർത്തെടുക്കേണ്ടതുണ്ട് എന്നും സുരേഷ് ഗോപി പറഞ്ഞു വെക്കുമ്പോൾ അതിന് പിന്നിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ഭരിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് BJP എന്ന് പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ BJP-യുടെ മുഖമായി കേരളത്തിലെത്തുന്നത് സുരേഷ് ഗോപി തന്നെയാണ്. ഒരു നേതാവിനും അതിന് കഴിയില്ല. ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള K. സുരേന്ദ്രനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ബാക്കി BJP നേതാക്കൾക്കോ എന്നോ കേരളത്തിൻ്റെ മുഖം ഇതാണ് എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ BJP-യുടെ മുഖം ഇതാണ് എന്ന് പറഞ്ഞ് കേരളത്തെ കാണിക്കാൻ കഴിയുന്നില്ല. കേരളത്തിൽ അത്തരത്തിലൊരു മുഖമുണ്ടെങ്കിൽ അത് ജനങ്ങൾക്കിടയിലേക്ക് പ്രദർശിപ്പിക്കുവാൻ കഴിയുന്ന തരത്തിലേക്ക് വിനയാന്വിതനാകുന്ന തരത്തിലേക്ക് എത്തപ്പെടേണ്ട മുഖമെന്ന് കരുതുന്നത് BJP ദേശീയ നേതൃത്വം കരുതുന്നത് സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപിയുടെ ചില വിടുവായത്തങ്ങൾ അത് ചിലപ്പോൾ ദോഷമുണ്ടാക്കിയേക്കാം. അത് പക്ഷേ അറിഞ്ഞുകൊണ്ട് അദ്ദേഹം ചെയ്യുന്നതായിരിക്കില്ല, അറിയാതെ പറ്റുന്ന നാവുപിഴകളായിരിക്കും. അത് മാറ്റിവെച്ചാൽ സുരേഷ് ഗോപി എന്തുകൊണ്ടും യോഗ്യനാണ്, ഫിറ്റ് ഫോർ ദ ജോബ് എന്ന് വേണമെങ്കിൽ പറയാം. സുരേഷ് ഗോപിയെ MP എന്നുള്ള സ്ഥാനത്തിൽ അദ്ദേഹം അർഹനാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു.